നോ വേർഡ്സ്. ആ ചൊറിയൊന്നും എല്ലാവരും ഓർക്കും. ഭയങ്കര ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് 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 നമ്മൾ ചത്തും. എനിക്കിഷ്ടം പോലെ അനുഭവം ഉള്ളതാണ്. ഇതുകൊണ്ട് റിലീഫൊക്കെ ഫുള്ള് സോ ടേസ്റ്റിയാ. ആ പ്ലാന്റ് അമ്മച്ചിയാണ് നമുക്കിത് തോരൻ വെക്കാൻ വേണ്ടി അറിയാൻ പോകുന്നത്. ഒരു കാട്ടിലൊക്കെ വളർന്ന ചെടിയാണ്. അയ്യോ ഗായ്സ്, ഇത് ആ ചെടി ഇഷ്ടം പോലെ ഇത് ഇവിടെ നിപ്പുണ്ട്, കണ്ടില്ലേ? അമ്മയുടെ സോപ്പിട്ട്. അപ്പൊ ഇത് തോരൻ വെച്ച് കഴിക്കാന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ പറിച്ചെടുത്ത് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി പോകണം. പിന്നെ നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ നാക്കിക്കഴിഞ്ഞാൽ നല്ല ഇത്. ഹായ് ഹലോ ഗായ്സ്, വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഞാനിത് ഇന്ന് നമ്മുടെ ബക്കറ്റും കത്തിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ തല്ലിക്കൊല്ലാനും വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഗായ്സ്. അപ്പോൾ കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിന്നൊരു ചെടി പറിച്ചിട്ട് നമ്മളത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പച്ചയ്ക്കൊന്നും അല്ല കഴിക്കുന്നത്, നമ്മൾ തോരൻ വെച്ചാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചെടീൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറി കാണും എന്നാണ് ആ ചെടീൻ്റെ പേര്. നമ്മൾ കൊടിത്തുവാന്നും ആ ചെടിക്ക് നമ്മൾ പേര് പറയും. അപ്പം ഈ ചെടീൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് 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 നമ്മൾ ചത്തും. അത്രയ്ക്ക് ചൊറിച്ചിലുള്ള ചെടിയാണ് നമ്മുടെ ഈ ചൊറികണമെന്ന്. അപ്പോൾ നമുക്ക് ആ ചെടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ചെടിയാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇതൊരു കാട്ടിലൊക്കെ വളരുന്ന ചെടിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇത് മൈൻഡാക്കാതെ ചവിട്ടും. നമ്മൾ ചിലപ്പോൾ കാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മേലൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയില്ലേ, കാരണം ഈ ചെടി തട്ടുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയുന്നത്. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്നാല് ആ ചെടീൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ മമ്മയുടെ സോപ്പിട്ട് വിളിച്ചോണ്ട് വന്നേക്കാണ്. കാരണം വേറെ ഒന്നുമില്ല ഗായ്സ്, കാരണം ചൊറി കാണാണ് പറിക്കാൻ പോകുന്നത്. ഞാൻ പറിച്ച എൻ്റെ കൈ മുഴുവൻ ചൊറിയ. അപ്പോൾ മമ്മ സോപ്പിട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കാണ്. അപ്പം മമ്മയ്ക്കിട്ടൊന്ന് ചൊറി കാണാൻ പറിച്ചിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിന്ന് കാട്ടിലേക്ക് നടക്കാം. അപ്പം മമ്മ ഇന്ന് ചൊറി കാണാൻ എല്ലാം പറിക്കാം. അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഇലയാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത് അല്ലേ. നമ്മളിങ്ങനെ പറിച്ചെടുത്ത് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി പോകണം. പിന്നെ കർക്കിടകത്തിൽ നമ്മൾ 10 ഇല കഴിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ 10 ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ഫുൾ വെജിറ്റേറിയൻ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം 10 ഇലകളിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇലയാണ് നമ്മുടെ കൊടുത്തൂവ. യെസ്. അപ്പോൾ നമുക്കത് പറിക്കാൻ വേണ്ടി പോവാം ഗായ്സ്. അങ്ങനെ നമ്മളിത് ആ പ്ലാന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ചൊറി കാണണം എന്ന് പറഞ്ഞ ചെടി ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലോണം ചൊറിയും. അപ്പം നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ നാക്കിക്കഴിഞ്ഞാൽ നല്ല ഇതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് ചൊറിയും. കാരണം എനിക്ക് ഇഷ്ടം പോലെ അനുഭവം ഉള്ളതാണ്. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റ് നിങ്ങളുടെ പറമ്പിലൊക്കെ സുലഭമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടി നിസ്സാരക്കാരനല്ല, ഭയങ്കരനാണ് ഇവൻ. അപ്പം നമുക്കിന്ന് ഇവനെ പറിച്ചെടുക്കാം. ഇവൻ്റെ തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മമ്മ ഇത് ഓരോ ചെടികൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം ഗായ്സ്. അപ്പോൾ അത് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. അയ്യോ, ഇത് ഞാൻ പറിച്ചപ്പോഴേക്കും ഇത് വേരോടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഈ ചെടിക്ക് ഇതേ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. നമ്മുടെ പുഞ്ചിരി അപ്പോൾ കാര്യം അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇത്രയും ചെടികൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ പറന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് അധികം ശ്രദ്ധിക്കാത്തൊരു പ്ലാന്റ് ആണ്. അപ്പോൾ പുഞ്ചിരീനെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടിമണി കൂട്ടിക്കിടന്നിട്ട് ഭയങ്കര കരച്ചിലാണേ. കണ്ടേ ഗായ്സ്, ഇതും അതുപോലെ തന്നെ ഇതൊക്കെ അതിൻ്റെ തൈകളാണ്. പക്ഷേ ഇത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാന്റ് ആണ്. നമ്മൾ സ്ലേറ്റിലൊക്കെ ഇങ്ങനെ അത് മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടിയാണ് കേട്ടോ. പക്ഷേ ഇതും നമ്മൾ തോരൻ വയ്ക്കുന്ന ചെടിയാണ്. പക്ഷെ നമുക്കിപ്പം ഈ പ്ലാന്റ് മതി. കുട്ടിമണി നമ്മളെ കണ്ട് ഭയങ്കര കുറയ്ക്കലൊക്കെയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവൻ പുറത്തവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല ഗായ്സ്. അപ്പം അമ്മ ഇതിൽ താഴെ പോയിട്ട് പറിക്കുന്നുണ്ട് ഇച്ചിരി കൂടി പ്ലാന്റ്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് എന്നാൽ കുറച്ചും കൂടി പറിക്കാം. അപ്പോൾ നമുക്ക് താഴേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്, കാരണം നല്ലതാ മഴക്കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ വാവാറ്റി ഇതേ മുകളിൽ പേരൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പൈങ്കിളിയുണ്ട്, ആ പേരയിലെ പേരയ്ക്ക എല്ലാം എപ്പോഴും പറിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ വാവാറ്റ പോയ ടൈമിൽ അവിടെ പഴുത്തങ്ങാണ്ട് ഭാഗ്യത്തിന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വാവാറ്റ അത് പറിച്ച് കഴിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ അന്നൊരു പേരക്കേൻ്റെ വീട് ഇട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പേരൻ്റെ അടുത്താണ് നമ്മൾ ഈ പ്ലാന്റ് പറിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം അമ്മ ഇതേ പേരക്കപ്പഴമൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അയ്യോ ഗായ്സ്, ഇത് ആ ചെടി ഇഷ്ടം പോലെ ഇത് ഇവിടെ നിൽപ്പുണ്ട്, കണ്ടില്ലേ? വാവ്, എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. എൻ്റെ കൈൻ്റെ ഇവിടെ തട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല എനിക്കിതാ ഇവിടെ ചൊറിയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇഷ്ടം പോലെ പേരക്ക നമ്മുടെ പേരക്ക മരത്തിലുണ്ട്. അമ്മ എനിക്ക് പേരക്ക കൊണ്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്.
ടേസ്റ്റി. ഗായ്സ് അങ്ങനെ ഇതേ മമ്മ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് നമ്മുടെ ബക്കറ്റിലേക്ക് ഇടുകയാണ്. വാവ്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഗായ്സ്. വാവ്, സൂപ്പർ. കണ്ടില്ലേ? അമ്മയ്ക്ക് കയ്യിൽ ചൊറിച്ചിലൊന്നും ഇല്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാവുകയാണ്. എൻ്റെ വിരൽ കടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, ചൊറിയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്. എനിക്ക് നല്ല ചൊറിയുന്നുണ്ട്. മമ്മ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ പുഴുക്കൾക്കൊക്കെ ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ? അതിൻ്റെ ഇല ഫുൾ പുഴു തിന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഇല. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് ഈ ലിഫൊക്കെ ഫുള്ള് ഇതേ പുഴുക്കൾ കഴിച്ചിട്ട് വെച്ചേക്കാണ്. അങ്ങനെ നമുക്ക് ഇത്രയും ചെടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോരെ മമ്മേ? അപ്പോൾ നമുക്ക് ഇത്രയും ചെടി മതി എന്നാണ് മമ്മ പറഞ്ഞത്. ഓക്കെ ഗായ്സ്, നമുക്ക് ഇനി ഇത് തോരൻ വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാം. വരൂ ഗായ്സ്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയാണ്, നമ്മുടെ എന്താ അതിൻ്റെ പേരെന്ന് കൊടുത്തൂവേ ചൊറികണം. ആ പ്ലാന്റ് അമ്മച്ചിയാണ് നമുക്കിത് തോരൻ വെക്കാൻ വേണ്ടി അറിയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉള്ളി അരിയണം, അല്ലെങ്കിൽ കൈ ചൊറിഞ്ഞോണ്ട് നമ്മൾ ഉള്ളി അരിയേണ്ടി വരും. അപ്പോൾ അതിന് ഉള്ളി അരിഞ്ഞ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മച്ചി ഇതേ മുറത്തിൽ നമ്മുടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചൊറികണമെന്ന് പറഞ്ഞ ചെടി നമ്മൾ കഴുകിയിട്ട് അരിയരുത്, അരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കഴുകാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഉള്ളി അരിഞ്ഞ് മുറത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അമ്മച്ചീൻ്റെ അരിയലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഉള്ളീൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. എനിക്ക് അറിയത്തില്ല ഉള്ളീൻ്റെ സ്മെല്ലോട് അഡിക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളീൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ അത് ഞാൻ പറയല്ലേ ഗായ്സ്. അപ്പോൾ നമുക്ക് അമ്മച്ചി ഉള്ളിയൊക്കെ അരിയുന്നത് നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ അമ്മച്ചി ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ ചൊറുകണത്തിൻ്റെ ഇല ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഇല അരിയുന്നത്. ഇലേൻ്റെ തണ്ട് മുതലാണ് അമ്മച്ചി അരിഞ്ഞ് തുടങ്ങുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ വേണം നമ്മൾ ഇല അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് അരിഞ്ഞ് തണ്ടിൽ നിന്നാണ് നമ്മൾ ഇലയിലേക്ക് പോകുന്നത് ഗായ്സ്. അങ്ങനെ അമ്മച്ചി ഇത് അരിഞ്ഞറിഞ്ഞ് അതിൻ്റെ ഇലേൻ്റെ ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? വാവ്. അപ്പോൾ ഞാനൊക്കെ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ചൊറിഞ്ഞ് ഞാൻ ചാവ് മുട്ടു ഗായ്സ്. അപ്പോൾ അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ അമ്മച്ചീനെ സമ്മതിച്ചിരിക്കുന്നു. വാവ്, നേരത്തെ ഒന്ന് തട്ടിയിട്ട് തന്നെ എൻ്റെ കൈ ചൊറിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല ഗായ്സ്. അപ്പോൾ അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേപോലെ നമുക്കിനി നമ്മുടെ ഈ ബക്കറ്റിലിരിക്കുന്നത് ഫുള്ള് നമുക്ക് അരിഞ്ഞെടുക്കണം. വാവ്, അങ്ങനെ നമ്മുടെ അമ്മച്ചി ഇത് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ, കാരണം എനിക്കിത് അറിയാൻ തോന്നുകയാണ്. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകും ഗായ്സ്. അപ്പോൾ നമ്മുടെ ചൊറുകണത്തിൻ്റെ ഇല നമ്മളിത് നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നല്ല എന്തോരം ടൈപ്പ് പച്ച സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതിന് അപ്പോൾ നമുക്കിത് പോയി കഴുകിയിട്ട് വരാം അല്ലേ ഗായ്സ്. അപ്പോൾ നമുക്കിത് 3-4 പ്രാവശ്യം കഴുകി വാരിയെടുക്കണം, കാരണം ഇത് നമ്മളെ മണ്ണിലൊക്കെ നിന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് കഴുകി വാരിയെടുക്കാം ഗായ്സ്. അങ്ങനെ നമ്മുടെ മമ്മ ഇതെല്ലാം കഴുകി വാരി സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ. വാവ്, നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. ഒന്നും കൂടി നല്ല പച്ച കളർ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ എണ്ണ ചൂടാക്കി മമ്മ ഇതായ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മ ഇതാ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. ഇനി നമുക്ക് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗായ്സ്. നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ ചൊറികണം അരിഞ്ഞത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗായ്സ്. വാവ്, ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം ഉപ്പും വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഗായ്സ് അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തോരൻ നോക്കിക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇട്ടത് അത്ര ഇല്ല കേട്ടോ ഗായ്സ്, വളരെ കുറവ്, ഒരു പിടിയെങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ഈ കൂണ് തോരൻ വെച്ച പോലെ ആയിപ്പോയി. എന്തായാലും നമ്മുടെ സൂപ്പർ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ തോരൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാ ചൊറിയുന്ന എല്ലാവരും ഓർക്കും. പക്ഷേ ഗായ്സ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരു ചൊറിച്ചിലും ഇല്ല, ഒരു പ്രോബ്ലംസും നമ്മുടെ ഈ തോരനില്ല. അപ്പോൾ ആകെയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. വേറെ കുഴപ്പമൊന്നും നമ്മുടെ ഈ തോരനില്ല ഗായ്സ്. അങ്ങനെ നമ്മുടെ തോരൻ എന്താ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാ. ഓഹോ, കഴിച്ചു നോക്കാം. സോ ടേസ്റ്റിയാ, അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല, നോ വേർഡ്സ് ഗായ്സ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി കർക്കിടകത്തിൽ ഇത് മസ്റ്റ് ആയിട്ടും കഴിച്ചിരിക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം ഗായ്സ്. ഞാൻ പോയി കഴിക്കട്ടെ.